നിങ്ങൾ ഉൾപ്പെടുത്തണില്ല പറയാം. അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലെ മുതലുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സ് വഴി പറയണം കേട്ടോ. പിന്നെന്താണ്, ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. സ്കൂളുള്ള ദിവസം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സെയിം റൊട്ടീൻ തന്നെയാണ് കേട്ടോ. എനിക്ക് വലിയ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുക. ജിമ്മെല്ലാം കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. നമ്മുടെ വാളിൽ വാൾപേപ്പറാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കുറേ പേർക്കറിയാം. അറിയാത്ത കുറേ ആൾക്കാർ ഇനിയും ഉണ്ട് തോന്നുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ്. വാൾപേപ്പറാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ സംഭവം. പിന്നെ ഞാൻ ഒട്ടിച്ചത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, കാരണം നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ അങ്ങ് ഒട്ടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് അങ്ങനെ ഞാൻ അരി എടുത്തിട്ട് വന്നു. എന്നോടിങ്ങനെ കുക്കറിൽ തന്നെ അരി കഴുകരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മളെ അരിയിൽ കല്ല് മണ്ണൊന്നും ഇല്ല, അതാണ് ഞാൻ അങ്ങനെ കഴുകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റുള്ള അരിയാണ് കേട്ടോ നമ്മൾ മേടിക്കുന്നത്. അതിലൊരു കല്ല് പോലും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ആ ടെൻഷനൊന്നും ഇല്ല എനിക്ക്. ഇവിടെ അരി, ചായപ്പൊടി ഇതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എത്ര റേറ്റ് ആണെങ്കിലും ഉമ്മാക്കും ഉപ്പാക്കും അത് തന്നെ പറ്റുള്ളൂ. ഞാനിങ്ങനെ ചായപ്പൊടിയുടെ കാര്യം പറയുമ്പോഴേ ഇത്ര റേറ്റ് ഉള്ളത് വേണോ മമ്മി എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അയ്യോ പണ്ട് മുതലേ ശീലിച്ച് വന്നതാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയട്ടോ. അപ്പോൾ പിന്നെ നമുക്കും ഇല്ല, ചില കാര്യങ്ങൾ ശീലിച്ച് വന്നാൽ പിന്നെ ആ ശീലം മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ അരി ശീലിക്കാൻ കുറച്ച് സമയമെടുത്തു. എന്നാലും കുഴപ്പമില്ല, ഈ പറഞ്ഞ പോലെ സമയമെടുത്താലും ഞാൻ ഓക്കെയാണ് ഇപ്പോൾ. പക്ഷേ എനിക്ക് മട്ടരി കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു കുറുവ ഉണ്ടമസൂരിയോ അതൊക്കെ കഴിക്കുന്ന ഒരു ഫീല്, അത് വേറെ ഫീലാണ് കേട്ടോ. അതൊരു അടിപൊളിയാണ് സംഭവം. സദ്യയൊക്കെ എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. ഈ പൊന്നിയരിനെക്കാട്ടിലും എനിക്കിഷ്ടം സദ്യയൊക്കെ നമ്മുടെ വലിയ ചോറിൽ കഴിക്കുന്നതാട്ടോ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ കിഴങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്നും ഞാൻ കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കൂടെ പയറുപ്പേരിയും അതുപോലെ അച്ചാറും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ചട്നി ഉണ്ടാക്കണം. അപ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോണ സൗണ്ട് കേട്ടത്. രാവിലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ഞൊരു ഇടിപ്പാണ് അല്ലേ. അയ്യോ പടച്ചോനെ പെട്ടോ എന്ന്. കാരണം ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ടാവില്ല കേട്ടോ ടാങ്കിൽ. ഞാൻ ഇവരെല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് വെള്ളം നിറയ്ക്കാറ്. എൻ്റെ വീട്ടിലൊക്കെ എണിച്ച ഉടനെ ഉമ്മ വെള്ളം നിറയ്ക്കും. ഇവിടെ പിന്നെ നമ്മളൊരു 9 മണി 10 മണിയൊക്കെ ആവും കേട്ടോ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ അങ്ങ് ശീലിച്ചു. പിന്നെ വൈകുന്നേരം, ഈ രാവിലെ കറണ്ട് പോണ ദിവസങ്ങളിൽ വൈകുന്നേരം അധികവും ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കറണ്ട് പോയപ്പോൾ ഭയങ്കര ടെൻഷനായി. പിന്നെ ഈ കാണുന്ന ലൈറ്റൊക്കെ കത്തുന്നത് UPS കേട്ടോ. അതുകൊണ്ട് ഇൻവെർട്ടർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ലൈറ്റ്, ഫാന് ഇതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ പോയി കറിവേപ്പിലൊക്കെ വലിച്ചിട്ട് വന്നു. റിഹാൻ എനിക്കിതാ തേങ്ങ പൊളിച്ച് തരികയാണ് കേട്ടോ. കറിവേപ്പില ഇപ്പോൾ ഫ്രഷായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെള്ള സാധനങ്ങൾ വരും കേട്ടോ, അതിൽ പുള്ളികൾ. അതുപോലെ ചായക്ക് ഞാൻ 1/4 കപ്പ് 1/2 കപ്പൊക്കെയാണ് കുടിക്കുന്നത്. ചായ കുടിക്കണ കണ്ടിട്ട് ഞാൻ എന്താ പറയുക, ഒരു ഫുള്ള് കപ്പ് കുടിക്കുന്നുണ്ടെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ നിങ്ങൾ. ഞാൻ ഏത് വ്ളോഗിലാണ് ഗ്രീൻ ടീനെ കുറിച്ച് സംസാരിച്ചതെന്നുള്ളത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. ഗ്രീൻ ടീ എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഗ്രീൻ ടീ ഒരിക്കലും നമ്മൾ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റില്ല. ഞാനങ്ങനെ കേട്ടത്. നമ്മൾ 2 നേരം കുടിച്ചാൽ മതി ഗ്രീൻ ടീ. ഒരു 10-11 മണി അതിൻ്റെ ഉള്ളിൽ കുടിക്കുക രാവിലെ. പിന്നെ നമ്മൾ വൈകുന്നേരം കുടിക്കുക, ഒരു 4 മണിൻ്റെ ഉള്ളിൽ കുടിക്കുക കേട്ടോ. അതിന് ശേഷം കുടിക്കണ്ട, കാരണം നമ്മുടെ ഉറക്കത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ടീയുടെ കാര്യം പറയുന്നത് കേട്ടോ. എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ ചിയാ സീഡിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ല ഓവർനൈറ്റ് ചിയാ സീഡ് പുഡിങ് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു 2 മണിക്കൂർ മുൻപ് വെള്ളത്തിലിട്ട് വെക്കണം. അത് കുതിർന്നിട്ട് നമുക്കത് ഡൈല്യൂട്ട്, ഒരു ദിവസം ഫുള്ള് നമ്മളത് കുടിച്ച് നടക്കുകയാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് കുടിക്കുക. അതായത് 1 ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളത്തിലോ അത് ഒഴിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാലും മതി. അല്ല നിങ്ങൾക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു സ്പൂണ് ചിയാ സീഡ് ഇട്ടിട്ട് അത് കുടിച്ച് കഴിഞ്ഞാലും മതി.
ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ഹെയറിന്, സ്കിന്നിന്, ഇതിനൊക്കെ നല്ലതാണ്. അതിലുപരി നമ്മുടെ വിശപ്പിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് നിർത്തും കേട്ടോ. അതുകൊണ്ട് രാവിലെ അത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. അതിൻ്റെ കൂടെ വല്ല ഫ്രൂട്ടോ നട്ട്സോ ഒക്കെ കഴിച്ചിട്ട് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് എന്നോട് വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, ഇതാ ഞാൻ ഒരു ഭാഗത്ത് ഉരുളക്കിഴങ്ങ് വറുത്തെടുത്തു, ഒരു ഭാഗത്ത് നമ്മുടെ തക്കാളി ചട്നിക്ക് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പയറ് നന്നാക്കലും കട്ടിയലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. കറി മാത്രം ഞാൻ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ 2 ദിവസത്തിന് ചേർത്ത് വെച്ച കറി ഉണ്ടല്ലോ, രാവിലെ ആകുമ്പോഴത്തേക്കും കേട് വന്നു പോയി. പരിപ്പ് ചാറ് പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു കറിയാണ് കേട്ടോ പരിപ്പ് ചാറ്. നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഞാൻ അഹങ്കാരം കാണിച്ചു കേട്ടോ, നല്ലപോലെ തിളപ്പിച്ച് പുറത്ത് വെച്ചു. രാവിലെ വെച്ചതല്ലേ, അതുകൊണ്ട് അത് ചീത്തയായിപ്പോയി. ഇനിയിപ്പോൾ അതിനൊന്നും പറ്റില്ല. ഞാൻ 2 ദിവസത്തിന് വലിയ ചട്ടിയിലൊക്കെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പയറുപ്പേരി ആകുമ്പോഴത്തേക്കും അതിലോട്ട് തേങ്ങ ഇടുകയാണ്. ഇവിടെ തോരനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇപ്പോൾ വാങ്ങിച്ച ഈ പയറ് തോരൻ വെക്കാനാണ് ടേസ്റ്റ് ഉള്ളതും. അങ്ങനെ ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തു. പയറ് ഒരു 1/4 വേവാകുമ്പോഴത്തേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കും. എന്നാൽ ആ ഒരു ഉപ്പേരിക്കൊരു തേങ്ങയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളി ചട്നിക്കുള്ളത് അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ അരയ്ക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ടോ, അത് കാണാം, എന്താണ് ഐഡിയ എന്നുള്ളത് കാണാം കേട്ടോ. അങ്ങനെ ഇതാ ഇഡലിക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇഡലിക്ക് ആട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനേ ഉണ്ടാവില്ല കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ എന്ത് പഠിച്ചോനി രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, എല്ലാം കൂടെ എങ്ങനെ നടക്കും എന്നുള്ള ഒരേ ടെൻഷനാണ്. പക്ഷേ ഇഡലിക്ക് ഒരു ആട്ടി കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് മാവ് തീരുമല്ലോ. അപ്പോൾ ആട്ടുമ്പോൾ ഞാൻ വിചാരിക്കും മാവ് തീർക്കുമ്പോഴത്തേക്കും വീണ്ടും ആട്ടിയെടുക്കണം എന്ന്. പക്ഷേ എനിക്ക് ഒരു മടിയും കൂടി വരും കേട്ടോ. പിന്നെ ഒരു 3-4 ദിവസത്തിന് ഞാൻ മാവ് ആട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് മാറി മാറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ എഗ്ഗും പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് നമ്മുടെ ഉപ്പേരിയായി. അപ്പോഴാണ് ഈ ചോപ്പറിൻ്റെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ വഴറ്റി വെച്ച് നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, നല്ലപോലെ ഒന്നും അരഞ്ഞു കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ വലിക്കുന്ന ടൈപ്പാണെങ്കിൽ ഒന്നുകൂടെ അരഞ്ഞു കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. കാരണം എല്ലാം വഴറ്റിയെടുത്തതല്ലേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കണേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ റിഹാനിക്കുള്ള ലഞ്ച് ബോക്സ് ഒക്കെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ വട്ടാവുന്നുണ്ട് എനിക്ക്. ഈ എന്തോ ഡ്രില്ല് ചെയ്തെടുക്കുന്ന സൗണ്ട്. എപ്പോഴും തീറ്റ എന്നുള്ള ഒരു വിചാരമേ ഉള്ളൂ അല്ലേ? ആർക്ക് ചോദിച്ചാൽ എനിക്ക്, അല്ലാണ്ട് ആർക്കാ. ഓക്കെ, അപ്പോൾ ഇതാ ഇഡലി ആയിട്ടുണ്ട്. ഞാൻ അതിനൊന്ന് വെള്ളത്തിലൊന്ന് സ്പൂണ് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറാണ്ട് ഇഡലി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ലഞ്ച് റെഡി, എല്ലാവർക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയ പിന്നെ ഞാനെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. റിഹാനും അയാനും അവരുടേതായ എന്തൊക്കെയോ ബിസിയിലാണ് കേട്ടോ. ലഞ്ച് പാക്ക് ചെയ്യാനും ബുക്ക് എടുത്ത് വെക്കാനും അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ചമ്മന്തിയൊക്കെ ഞാൻ പ്ലേറ്റിൽ തന്നെ വിളമ്പി കൊടുത്തു. കാരണം ഇനി പാത്രത്തിലാക്കിയിട്ട് വരുമ്പോൾ അത്രയും സമയം അവിടെ പോവല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പ്ലേറ്റിലൊക്കെ വിളമ്പി കൊടുത്തു. അയാൻ്റെ എന്തോ ഫുഡ് അലർജിയാണ് അയാൾക്ക് ഉണ്ടായത്. നമ്മൾ എക്സ്ട്രാ മേടിച്ചത് മോദ എന്നുള്ളൊരു ഫിഷായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിച്ചിട്ടുള്ള അലർജി ആണോ എന്ന് അറിയില്ല. ബാക്കി ആർക്കും വലിയ പ്രശ്നമല്ല. അയാൻ്റെ ദേഹത്തൊക്കെ തടിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു, കുരു കുറേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓയിൻമെൻറ്റും ഇതൊക്കെ തന്നപ്പം അത് കുറേ മാറിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് അലർജീനെ ആയിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വല്ല അറിവുണ്ടെങ്കിലോ ഒന്ന് പറയൂ. മോദൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരുമോ എന്നുള്ളതൊന്നും കേട്ടോ. നമ്മൾ കുമ്പളങ്ങ കേട് വന്നത് കയ്യിൽ നിന്ന് വീണത് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, കഷ്ണം മുറിച്ച് അങ്ങനെ ചട്ടിയിലിട്ട് കഴുകണ്ടാന്നോ എന്താണ്? ഞാൻ ഇന്നലെ അങ്ങനെയാണോ ചെയ്ത്? എനിക്ക് ഓർമ്മയില്ല.
കഷ്ണം മുറിച്ചിട്ടോ, ഏത് കഷ്ണം മുറിച്ചിട്ട്? പരിപ്പിച്ചാറിൻ്റെ കഷ്ണം മുറിച്ചിട്ടാ. ഞാൻ വെള്ളത്തിലോട്ടാണ് കേട്ടോ മുറിച്ചിട്ടത്. പിന്നെ നമ്മൾ കഴുകുമ്പോൾ അതിന് മാരിയെടുത്തിട്ട് വേറെ എന്തിലേക്കെങ്കിലും ആക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രെയിൻ ചെയ്യണ ഹോളുള്ള ഒരു പാത്രം ഉണ്ടാവില്ലേ, അങ്ങനത്തേലാക്കിയിട്ടും ഞാൻ കഴുകാറുണ്ട് കേട്ടോ. എനിക്ക് ഇന്നലത്തെ വ്ളോഗ് ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ. ഈ എഗ്ഗ് തേങ്ങയിട്ട് ഓംലേറ്റ് അടിക്കുന്ന കാര്യം എനിക്ക് മാത്രമാണ് തോന്നുന്നു അറിയാത്തത്. ബാക്കി എല്ലാവർക്കും അറിയും തോന്നുന്നു. എന്തായാലും ഞാനത് ട്രൈ ചെയ്യും. എനിക്കത് കേട്ടിട്ട് തന്നെ കഴിക്കാൻ കൊതിയാവുന്നുണ്ട് കേട്ടോ. ഡ്രില്ല് ചെയ്യുന്ന സൗണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ വഴക്കടിച്ചിട്ടാണ് പോണത്. കാരണം എന്താണെന്നറിയോ, ബസ് പോയി. അവർ നീ ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനം അവരുടെ ബസ് പോയി. ഞാനാണെങ്കിൽ എല്ലാം കറക്റ്റ് ടൈമിന് തന്നെ അവർക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പെന്ന് മേടിച്ചിട്ട് വാ, ബുക്ക് മേടിച്ചിട്ട് വാ, ഈ ലാസ്റ്റ് നിമിഷത്തിലുണ്ടാവില്ലേ കുറേ സാധനങ്ങൾ, അങ്ങനെ ആക്കിയിട്ട് അവരുടെ സമയം അങ്ങോട്ട് പോയി. 1-2 മിനിറ്റിന് അവർ സ്ഥിരം പോകുന്ന ബസ് പോയി. പിന്നെ 2-3 ബസ് നിർത്താണ്ട് പോയിട്ടോ. പണ്ടൊക്കെ ഈ ഒരു സ്ഥലത്തെ ബസ് നിർത്താണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. ഞാനുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്തൊന്നും. പണ്ട് ഇങ്ങനെ പറയുന്നിട്ടുണ്ട് ആൾക്കാർ തടുത്ത് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ട് അധിക ബസ്സുകൾ നിർത്താണ്ട് പോവില്ല. ചില ബസ്സുകൾ ഒരുപാട് തിരക്കുണ്ടെങ്കിൽ അവർ നിർത്തൂല കേട്ടോ, അങ്ങനെ പോയി ഇന്ന് 2 ബസ്സും. അങ്ങനെ ഇതാ കുട്ടികളൊക്കെ പോയ ശേഷം ഞാൻ ടേബിളും എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തു. കാരണം ഒക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയായിരുന്നു. ക്ലീനാക്കിയ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗുമ്മുണ്ടാവില്ല അല്ലേ, എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതാ എനിക്ക് ഇഡലി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചമ്മന്തിയും പൊടിയും ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു, എഗ്ഗും കഴിച്ചു. പിന്നെ കറണ്ട് വന്നപ്പോൾ ഭയങ്കര സമാധാനമായിട്ടോ വേഗം പോയിട്ട് വെള്ളം ഓണാക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഷീൻ ഓണാക്കിയത് കേട്ടോ. പിന്നെ വേഗം പോയി പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു, ഒക്കെ കഴുകി. ഇപ്പം എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ ഈ ഒരു പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും മുറ്റത്തോട്ട് പോകാൻ പറ്റുന്നില്ല, അത്രയും കാറ്റാണ്. അതുകൊണ്ട് എനിക്ക് മുറ്റടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇനി നാളെ മുതൽ കുട്ടികൾ പോയ ഉടനെ മുറ്റടിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഉമ്മാനോട്. കാരണം 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് മുറ്റടിക്കാൻ പറ്റണമെന്ന് വെച്ചാലും ഒരുപാട് ഇലകൾ, ചിലപ്പോൾ ഒരു 8-10 മുറമൊക്കെ ഉണ്ടാവും, ഹെവി ആകും. അന്നന്നത്തെ എടുത്തുകൊണ്ട് അങ്ങ് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഹെവി ആവില്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി അങ്ങനെ എന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഈ രാവിലെ എണിച്ച് ജിമ്മിൽ പോണതിൻ്റെയാണ് ഇതെല്ലാം. ഓക്കെ, പിന്നെ ഞാൻ വിചാരിക്കും എനിക്ക് വേണ്ടി ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, എൻ്റെ ആരോഗ്യമെങ്കിലും ഞാൻ നോക്കണ്ടേ എന്നുള്ളത് വിചാരിക്കും കേട്ടോ. ജിമ്മും വർക്കൗട്ടും അതൊക്കെ നമുക്ക് മെൻ്റലിയും ഭയങ്കര ഹെൽത്താണ്, ഫിസിക്കലി ആണെങ്കിലും ഭയങ്കര നല്ലതാണ്. കൂടുതൽ സ്ട്രെസ്സ് ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴേ ഭയങ്കര റിലീഫാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ച ഒരാളാണ്. അതായത് ആ ഒരു റിലീഫിൽ കുറേ ഫ്രണ്ട്സ്, സംസാരം, അതേപോലെ ഭയങ്കര സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും കുറേ പരിചയമുള്ള മുഖങ്ങൾ, ഒരു ചിരി, ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളം മതിയില്ലേ ഒരു ഡേ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഡ്രില്ല് ചെയ്യണ സൗണ്ടാണ്. എവിടുന്നാന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ അവിടെ സ്റ്റുഡിയോ ഒന്നുമില്ല, അപ്പോൾ നോയ്സൊക്കെ വരും കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ രാവിലെ. അപ്പോൾ ഞാൻ ഇന്ന് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു കുഞ്ഞു മൺചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതിൽ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. കഷ്ണങ്ങൾ കഴുകി വാരി നല്ല വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഉപ്പ്, അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ പയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കാൻ വയ്ക്കുക. പിന്നെ ഇതാ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വെന്തു. ഞാൻ ഇട്ട് കൊടുത്തത് കുമ്പളങ്ങ, അതുപോലെ കറിവേപ്പില, പച്ചമുളക്, തക്കാളി, മഞ്ഞൾ, ഉപ്പ്, ഇതാണ് കേട്ടോ നമ്മൾ മോരുകറിക്ക് വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചത്. പിന്നെ തേങ്ങ അരപ്പിൽ ഞാൻ തേങ്ങ, ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, തൈര്, പച്ചമുളക് ഇത്രയും കൂടെ അരച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ വെള്ളത്തിന് പകരം ഞാൻ തൈരാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. പിന്നെ മിക്സിയുടെ ജാറ് ചുഴറ്റിയ വെള്ളമൊക്കെ ഉണ്ടായില്ല, അതാണ് കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ മോരുകറി ഒന്ന് തിള വന്നപ്പോഴത്തേക്കും അതിലേക്ക് കടുക് വറുത്തെടുക്കാൻ വിചാരിച്ചു. കടുക്, കറിവേപ്പില, ചുവന്ന മുളക് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് സെറ്റായി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. നമ്മുടെ വൻപയർ, ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലയും തേങ്ങയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം വേവിച്ച വൻപയർ അതിലോട്ടിട്ടു. മൺപയർ എന്ന് പറയോ വൻപയർ എന്ന് പറയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, പൊട്ടറ്റോ ഫ്രൈയും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിളമ്പി വരുമ്പോൾ അത്ര സിമ്പിളൊന്നുമല്ല, കുറച്ചൊക്കെ അടിപൊളിയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത ശേഷം തുടയ്ക്കാനുണ്ടായിരുന്നു. വേഗം പോയി തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ 2 വാഷിങ് കഴിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. സമയം അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 10-12 ആവാനായിട്ടുണ്ട് കേട്ടോ സമയം. ഞാനുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരാറുണ്ട്. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വരാറുണ്ട്. ആ സമയത്താണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാ വീഡിയോ സെറ്റാക്കാറ്, യൂട്യൂബിൻ്റെ FBയുടെ ഒക്കെ ഷോർട്ട് വീഡിയോസും സെറ്റാക്കാറ് കേട്ടോ. അത് കാരണമാണ് അവിടെ എനിക്ക് കുറച്ച് സമയം പോകുന്നത്. ഞാനത് പലപ്പോഴും രാത്രി ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ഉണ്ടല്ലോ രാത്രി ആകുമ്പോൾ ഇനി നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇടയ്ക്കൊരു മടിയങ്ങ് കയറി വരും. ഉച്ച വരെ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണതല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ചെറിയൊരു മടി വരും കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുണികളൊക്കെ മാക്സിമം കുടഞ്ഞങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. മാക്സിമം കുടഞ്ഞെടുക്കുന്നുണ്ട്. ഇത്രയൊന്നുമല്ല, ഇനിയുണ്ട്. ഇപ്പോൾ കൊണ്ടുവച്ച് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇച്ചിരി തുണിയേ ഉള്ളൂ എന്ന്. അല്ല. പിന്നെ ഇതാ ഫസ്റ്റത്തെ വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം പോയി അതിനേക്ക് ഇട്ടു. നോക്കുമ്പം സമയം ഏകദേശം 12:45 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ 1:30 നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം. ആ സമയം കൊണ്ട് നമുക്ക് തുണികൾ അങ്ങ് മടക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മൂഡിൽ പെട്ടെന്ന് മടക്കിയെടുത്തു കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് കിട്ടും. അല്ല, ഞാനിത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഇനി ഇങ്ങനെ അവിടെ പോയി നിൽക്കണ്ടേ, അയ്യോ ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കണ്ടേന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വേഗം ഇതങ്ങ് മടക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് വിളമ്പുക കഴിക്കുക അത്രയല്ലേ ഉള്ളൂ. വേറെ ചൂടാക്കാനോ വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. കാരണം ലഞ്ച് കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചേക്കുമല്ലേ. അല്ലെങ്കിൽ നമുക്ക് പപ്പടം പൊരിക്കണം, അല്ലെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കണം, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ അതൊന്നുമില്ല. മടക്കലും കഴിഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞ് വന്ന് ഇതാ വേഗം കൊണ്ടുവന്ന് എല്ലാം നിരത്തി വെച്ചു കേട്ടോ. ഈ ഒരു ഡ്രസ്സ് കുറച്ച് മുന്നേ വരെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം തന്നെ ടൈറ്റായിരുന്നു. ഇപ്പം എനിക്ക് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. ടൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നും കൂടെ ലൂസായാൽ ഞാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. കാരണം ഞാൻ ലൂസിൽ ഡ്രസ്സ് ഇടുന്ന ആളാണെന്നുള്ളത് കുറേ പേർക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം കൊണ്ടുവന്ന് വെച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. പിന്നെ എൻ്റെ FBത്തെയും യൂട്യൂബിലത്തെ വീഡിയോസൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ ശേഷം പാത്രം കഴുകൂട്ടോ. കാരണം നമ്മളുടെ ഈ ഒരു സമയത്താണല്ലോ ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് ഫുള്ള് വിളമ്പിയില്ല കേട്ടോ. അത് മറന്നുപോയി. ഞാൻ ഇന്ന് എന്തെല്ലാം ഉണ്ടാക്കി എന്നുള്ളത് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഫുള്ള് വിളമ്പാൻ മറന്നുപോയി. 2 ഐറ്റം ഞാൻ അതിൽ വിളമ്പിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് പിക്കിൾ ഇട്ട് കൊടുക്കണം. മോര് കറി ഉണ്ടെങ്കിൽ എനിക്ക് പിക്കിൾ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിക്കിളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പയറുപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വൻപയറും പൊട്ടറ്റോ ഫ്രൈയും കൂടെ വെച്ച് കൊടുക്കണം. പക്ഷെ ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ മീൻ പൊരിച്ചതും നെല്ലിക്കച്ചാറും മാങ്ങാച്ചാറും എന്താല്ലേ വെറും അച്ചാറിൻ്റെ ഒരു ചാകര. അപ്പോൾ ഇതെല്ലാം കൂട്ടി അങ്ങ് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എന്തായാലും കഴിച്ചു കഴിഞ്ഞ് കുറേ നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തു. ഉറങ്ങുമൊന്നും ചെയ്തില്ല, റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഇതാ പിള്ളേർ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, ഈവനിങ് പിള്ളേർ പഠിക്കണം. രാത്രി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊന്ന് നോക്കിയാലോ നമുക്ക്. എനിക്കാണെങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിരുന്നു ആഗ്രഹം കേട്ടോ. അപ്പം ഞാൻ ഇക്കാക്ക് വിളിച്ചിട്ട് കാളാൻ കൊണ്ടുവരുമോ ചോദിച്ചു. നമ്മുടെ മഷ്റൂമിൻ്റെ ആ സംഭവമില്ലേ. അപ്പോഴത്തേക്കും ആ ഒരു സ്പോട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു ശരി കുറേ ദിവസമല്ലേ നമ്മളൊരു സാധനം കഴിച്ചിട്ട് അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ അതും കൊണ്ട് വന്നേക്കുവാണ്. ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കമൻസ് ഒന്നും വേണ്ട. കാരണം എല്ലാവരും ഇത് കഴിക്കാറുണ്ട്. ഇതിനെ ഒരു ഫുഡായിട്ട് കണ്ടാൽ മതി. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ്, ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ബർഗറായിരുന്നു KFCയുടെ. പിന്നെ കൈ വരുന്നുണ്ടില്ലേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ ഫുഡ് കഴിക്കാൻ.
പിന്നെ ലെഗ് പീസും ആയിരുന്നു കേട്ടോ, ഫ്രൈഡ് ചിക്കനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലെഗ് പീസിൻ്റെ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു. അപ്പോൾ പിന്നെ എന്താണ്, നല്ല അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. ഓപ്പൺ ആക്കിയതും ഒരെണ്ണം ഞാൻ എൻ്റെ വായിലെടുത്തിട്ടു. അപ്പോഴത്തേക്ക് അവനും അവൻ്റെ കൈ കൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 ഡിപ്പ് ഉണ്ടാവുമല്ലോ അതിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു സ്വീറ്റും എന്താ പറയുക എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഇതിൻ്റെ. അങ്ങനെ ഇതാ പ്ലേറ്റൊക്കെ നിരത്തി, ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ KFC ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഓക്കെ. അങ്ങനെ ഇതാ ഇതിൻ്റെ നേരെ തിരിഞ്ഞ് ഓപ്പൺ ആയിക്കാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ തന്നെ വെച്ചെടുത്തേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. പിന്നെ കുറേ സമയം പിള്ളേരോട് ഉറങ്ങണ്ട, വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാനൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉറങ്ങാനുള്ളതൊക്കെ പെർമിഷൻ കൊടുത്തേക്കുന്നത്. കാരണം ഇതൊക്കെ ദഹിക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ഈ ആഴ്ച എന്തായാലും ഞാൻ വെയിറ്റ് കുറയ്ക്കലൊന്നും നടക്കില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ.